എന്താ ഇത്? അനീഷ് കളിക്കളം. ഹലോ, ഇത് പടക്കളം. അനീഷ് എന്തോ ഇതെന്താ ഇത്? കോൾസ് വരുന്നു. കോൾസ് വരട്ടെ. റുബിക്സ് ക്യൂബ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷെ അനീഷിന്റെ ഇത് കുട്ടിക്കാലം മുതലേ എൻ്റെ ഒരു ക്രൈസാണ്. റിയലി കണ്ടാൽ പറയില്ല കേട്ടോ. കുഞ്ഞുനാളുള്ള ഒരു എന്റെ ബുദ്ധിയുടെ വികാസത്തിന് വേണ്ടി വീട്ടുകാർ വാങ്ങി തന്ന സാധനമാണ്. അല്ല, ഈ കോൾസ് വരുന്ന സമയത്ത് ഇത് വെച്ചോണ്ട് ഇത് 2 സെക്കൻഡ് പോലെ ശരിയാക്കാനായിട്ട്. എപ്പോ തുടങ്ങി? 2 ആഴ്ചയായി. വേണ്ടാത്ത പണിക്ക് പോവണ്ട. നമ്മളെ കൊണ്ട് പറ്റുന്നതാണ്. പക്ഷെ ഇപ്പൊ എന്തായാലും ഇനി ഒരാഴ്ച എടുക്കും. അപ്പൊ നോക്കട്ടെ എങ്ങനെയുണ്ടോ. എനിക്കിത് പറ്റില്ല. എനിക്കിത് പറ്റില്ല. ട്രൈ ചെയ്ത് നമ്മൾ ശ്രമിക്കാതെ എടുത്തിട്ട് കാര്യമില്ല. പ്രേക്ഷകരുടെ സമയം, വിലപ്പെട്ട സമയം പാഴാക്കുന്നതല്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് നമ്മോടൊപ്പം ഇന്നൊരു കൊച്ചുമിടുക്കനല്ല, കുറച്ച് വലിയ മിടുക്കൻ, ഡാനിയൽ ജെയിംസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഏഷ്യയിലെ നമ്പർ 8 ആണ്, വേൾഡിലെ നമ്പർ 14 ആണ്, നാഷണൽ റെക്കോർഡ് ഹോൾഡറാണ്. ഈ ക്യൂബ്, റുബിക്സ് ക്യൂബ് കാലുകൊണ്ട് ശരിയാക്കുന്നത്. യൂസിങ് ഹിസ് ഫീറ്റ്. അത് അനീഷിനല്ലേ? അദ്ദേഹത്തിന് പറ്റും. പരിചയപ്പെട്ട കൈ കൊണ്ട്, ഒറ്റ കൈ കൊണ്ട് ചെയ്യും. കാലുകൊണ്ട് ചെയ്യുന്നതിൽ നാഷണൽ റെക്കോർഡ് ഹോൾഡറാണ്. കാണാം, ഇതായിരിക്കുന്നു. നമസ്കാരം ഡാനിയൽ. ഡാനി ഇത് കണ്ടില്ലേ, 2 ആഴ്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറ്റുന്ന പണിയല്ല, അതുകൊണ്ട് ഞാനത് തൊടുന്നില്ല. ഡാനിയുടെ അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ് ഈ ഒരു ക്യൂബ് വെച്ചിട്ട്? ഈ റുബിക്സ് ക്യൂബ് വെച്ച് കൈ കൊണ്ട് ചെയ്യും, ഒറ്റ കൊണ്ട് ചെയ്യും, കാലുകൊണ്ട് ചെയ്യും, കണ്ണട ചെയ്യും. ഇതില് എത്ര ദിവസം എടുക്കും? ദിവസം വേണ്ടി വരില്ല. ഒരു എത്ര മണിക്കൂർ? മണിക്കൂറും വേണ്ടി വരില്ല. എത്ര മിനിറ്റ്? കൈ കൊണ്ട് മിനിറ്റും വേണ്ടി വരില്ല. ഒരു 14-15 സെക്കൻഡ്. കാര്യമായിട്ടും 15 സെക്കൻഡ്. 15. പക്ഷേ ഡാനി ഭയങ്കര മിടുക്കനാണ്. CET-യിലെ കമ്പ്യൂട്ടർ സയൻസ് സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. ഏത് പ്രായത്തിലാണ് ഇത് തുടങ്ങിയത് ഡാനി? ഞാനിത് 12ാം ക്ലാസ് തുടങ്ങിയപ്പോൾ. ഇതെങ്ങനെ ഇത് കയ്യിൽ വന്നു വിട്ടു? വെറുതെ അല്ല, എന്റെ ക്ലാസ്സിൽ ഒരാള് ചെയ്യുന്ന കണ്ടു, അവന് ഇത് ചെയ്യാൻ പറ്റും, അങ്ങനെ അവൻ എന്നെ പഠിപ്പിച്ചു. അവനിലൂടെ ഞാൻ കുറച്ചും കൂടി പഠിച്ചു. ആ ഫ്രണ്ട് 2 പേരുണ്ട്. ഒന്ന് ക്ലിൻസ് ജോർജ്, ഒന്ന് അഖിൽ KP. അവരൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? അവര് എഞ്ചിനീയറിംഗ് പഠിക്കുക. അവർ ഇതുമായിട്ട് ഇപ്പൊ ബന്ധമില്ല? ഇല്ല, അവര് കുറച്ചാൾ കഴിഞ്ഞ് നിർത്തി. അവര് അത്രയും സ്പീഡില്ല. സ്പീഡ് അത്ര അവർ എത്തുന്ന മുമ്പ് അവർ നിർത്തി. അപ്പോൾ ഒരു ദിവസം എത്ര മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു? 1 മണിക്കൂർ. 1 മണിക്കൂർ പ്രാക്ടീസ് ചെയ്ത അനീഷിന് ഇങ്ങനെ 14 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ സുഖമായിട്ട് എത്താം. പക്ഷെ പ്രാക്ടീസ് ചെയ്യണം, സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് 2 കൈ കൊണ്ടും അദ്ദേഹം ഒന്ന് ചെയ്യുന്ന ഉറപ്പായിട്ടും നമ്മളെ പോലെ തന്നെ നമ്മുടെ Q20 പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇത് കാണാനുള്ള ഒരു ആവേശമാണ്. ഞാനിങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ നമുക്കറിയാം അദ്ദേഹത്തിന് അതിന് ക്വാളിഫൈ ആളായതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ നമ്മൾ ഗസ്റ്റായിട്ട് ക്ഷണിച്ചത് തന്നെ. അതിനു മുമ്പ് ഞാനൊന്ന് വേണ്ട കൊടുത്താൽ മതി. അല്ല, ഞാൻ ചെയ്യല്ല, ഞാനത് എത്ര കൊളവാക്കി വെക്കാം. അത് എളുപ്പത്തിൽ പറ്റും. അത് എളുപ്പത്തിൽ ശ്രീയത്തിന് പറ്റുന്ന ഒരു കാര്യമാണ് കൊളവാക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് അനീഷ് കൂടെ ഉള്ളപ്പോൾ. കൊടുക്കട്ടെ? കൊടുത്തു. ക്യാച്ച് ചെയ്യാം അദ്ദേഹം. ക്യാച്ച് ചെയ്യോ? 1 2 3. പിന്നെ എന്തും ചെയ്യും. ഡാനി, എത്ര സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റും? ഒരു 15-14 സെക്കൻഡ് ഉണ്ട്. 15. നോക്കാം അനീഷ്. Your time starts now. "14 seconds." വാ, ആദ്യം കറക്റ്റായിട്ട് ചെയ്തപ്പോൾ എത്ര സമയം എടുത്തു ഓർമ്മയുണ്ട്? ആദ്യമായിട്ട് ചെയ്തപ്പോൾ ഒരു പഠിച്ചു കഴിഞ്ഞിട്ട് ചെയ്തപ്പോൾ ഒരു 7-8 മിനിറ്റ് ഒക്കെ എടുത്തു. പഠിച്ചു കഴിഞ്ഞ് പറഞ്ഞാൽ അത് കുറച്ച് അൽഗോരിതമൊക്കെ പഠിക്കാനുണ്ട്, ടെക്നിക്ക് പഠിക്കാനുണ്ട്. ആ ടെക്നിക്കൊക്കെ പഠിച്ചു കഴിഞ്ഞ് ആദ്യമായിട്ട് ചെയ്തപ്പോൾ 7-8 മിനിറ്റ് ഒക്കെ എടുത്തു. പിന്നെ അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്ത്, ആദ്യമൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ സമയം ഒരുപാട് താഴ്ന്നു വരും. എന്നാലും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എത്തുമെന്ന്. ആ വിശ്വാസത്തിന്റെ പുറത്ത് കളിച്ച് ഇവിടെ എത്താൻ പറ്റി. ഇത് സത്യം പറഞ്ഞാൽ Q20 ഒരു സ്പിരിറ്റുമായിട്ടുള്ള അതുമായിട്ട് നല്ല ബന്ധമുണ്ട്. കാരണം ഇതുപോലൊരു സംഭവത്തെ പറ്റിയും നാഷണൽ റെക്കോർഡ് ഹോൾഡർ ആണെന്നൊക്കെ നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത്. തീർച്ചയായിട്ടും ഇത് പോപ്പുലറൈസ് ചെയ്യാൻ എന്താണ് ഒരു മാർഗം? പോപ്പുലറൈസ് ചെയ്യാൻ കേരളത്തിൽ ഇത് അത്ര. ഡാനി എങ്ങനെയാണ് ഈ കോമ്പറ്റീഷനൊക്കെ ആൾക്കാർ കണ്ടുപിടിക്കുകയും വിടുകയും ചെയ്ത കാര്യം എങ്ങനെയാണ്? ആരാ പറഞ്ഞത് ഇങ്ങനെ കോമ്പറ്റീഷൻസ് ഉണ്ട്, റെക്കോർഡ് ഹോൾഡർ ആകാൻ പറ്റും എന്നൊക്കെ? റെക്കോർഡ് ഹോൾഡർ ആണെന്നൊന്നും പ്രതീക്ഷിച്ചല്ല സ്റ്റാർട്ട് ചെയ്തത്. ഇതിനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ
ഇതിനെക്കുറിച്ച് ഞാൻ ചുമ്മാ ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്തു. അപ്പോൾ ഇതിനെ പറ്റി കോമ്പറ്റീഷൻ ഉണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഓക്കെ. അപ്പോൾ ഇതിന്റെ കോമ്പറ്റീഷന് പോകണമെന്ന് ഒരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ചെന്നൈയിൽ ഒരെണ്ണം നടന്നപ്പോൾ അവിടെ പോയി. ഡാനി, യു ആർ വേൾഡ് നമ്പർ 14. ലോകത്തിലെ 14-ാമനാണ്. അതൊരു ദാറ്റ്സ് സംതിങ് വിച്ച് ഈസ് റിയലി ഗ്രേറ്റ്. ഏഷ്യയിലെ ഏഷ്യയിൽ 8. 8. അപ്പോൾ അതിന് ഒരു എങ്ങനെയായിരുന്നു അതിൻ്റെ ആ ഒരു കോമ്പറ്റീഷൻ ബേസ്ഡ് ആയിരുന്നോ അതോ ടൈമിംഗ് ബേസ്ഡ് ആണോ? എങ്ങനെയാണ് ടൈമിംഗ്? ഈ 2 കൈ കൊണ്ട് ചെയ്യുന്നതാണ് വേൾഡ് നമ്പർ 14. അല്ല, കാല് വെച്ച് ചെയ്യുന്നവരാ. കാല് വെച്ച് കാലുണ്ട്, 2 കാല് വെച്ചിട്ട് ചെയ്യും. ഓ, അപ്പോൾ അതിനെത്ര എത്ര സെക്കൻഡ്? കാലുകൊണ്ട് 36 സെക്കൻഡാണ്. 36 സെക്കൻഡ്. ഡാനി കണ്ണ് കെട്ടി ചെയ്യും. ശരിക്കും അത് എത്ര സെക്കൻഡാണ്? കണ്ണിട്ട് ഒരു 4 മിനിറ്റ്, പഠിക്കാൻ ഒരു 2-3 മിനിറ്റ്, ചെയ്യാൻ 1-1.5 മിനിറ്റ്. ഒന്ന് കണ്ണ് കെട്ടി ചെയ്യാം. ചെയ്യാൻ 1.5 മിനിറ്റ്, പഠിക്കാൻ ഒരു 2. കണ്ണ് കെട്ടിയിരിക്കുന്ന സമയത്ത് എങ്ങനെ കളറുകൾ എങ്ങനെ അറിയാൻ പറ്റും? അത് അപ്പൊ എന്തോ ടെക്നിക്ക് ഉണ്ടല്ലോ. അത് ഓരോന്ന് എവിടെ ഇരിക്കണമെന്ന് പഠിക്കണം. ഓരോന്ന് എവിടെ ഇരിക്കണമെന്ന് പഠിച്ചു വെക്കണം. ആദ്യം നമ്മൾ എടുത്ത് നോക്കും അല്ലേ? ഷഫിൾ ചെയ്ത് തരുമ്പോൾ അത് നോക്കും. അല്ല, എവിടെ ഇരിക്കണമെന്ന് നമ്മൾ നോക്കി വെക്കും. എന്നിട്ട് കണ്ണ് കിട്ടും. അത് പഠിച്ചു വെച്ചിട്ട് കണ്ണ് കിട്ടും. ഈ മത്സരത്തിൽ വന്നതിന് ശേഷം നമ്മൾ സ്റ്റഡി എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട്? നമ്മുടെ പഠിത്തത്തെ സ്റ്റഡി എനിക്ക് ഗുണം ചെയ്തു. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും പഠിക്കുമ്പോൾ പറ്റില്ല എന്ന് തോന്നും. അപ്പോൾ ഇതിലൂടെ ചിലത് ഞാൻ ഇതിലൂടെ കമ്പയർ ചെയ്തു. ഇത് പറ്റുമെങ്കിൽ അത് എന്തുകൊണ്ട് പറ്റില്ല? ഇത് കാണുമ്പോൾ പ്രാഞ്ചിയായിട്ട് സിനിമയോ ഓർമ്മ വരുന്നു. അങ്ങനെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മുടെ മനസ്സ് പറയുമെങ്കിലും എങ്ങനെയാണെങ്കിലും ചെയ്യാൻ പറ്റും. നമുക്ക് കണ്ണ് കെട്ടി ചെയ്യുന്നു കണ്ടാലോ? തീർച്ചയായിട്ടും. അടുത്തതായിക്കോട്ടെ. ഓക്കെ. കണ്ണു മൂടുക. എത്ര സെക്കൻഡാണ് ഇതിന് പറയുന്നത്? ഒരു 90 സെക്കൻഡ് ചെയ്യാൻ. 90 സെക്കൻഡ്. കഴിഞ്ഞ പ്രാവശ്യം 15 സെക്കൻഡ് പറഞ്ഞു, 14-ൽ മെഡിക്കൻ ചെയ്തു. അപ്പോൾ 90 സെക്കൻഡ് അതിൽ താഴെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, കണ്ണു മൂടിക്കോളൂ. ആദ്യം പഠിക്കണല്ലേ? Ready? Ready. Danny, ready, Anna? Your time starts now. Wow! ഒന്ന് കാണിക്കൂ വ്യൂവേഴ്സിന്. ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കാണിക്കൂ. 60 സെക്കൻഡ്സ്. 1 മിനിറ്റ്. 1.5 മിനിറ്റ് ചെയ്യാന്ന് പറഞ്ഞു, 1 മിനിറ്റ് ചെയ്തിരിക്കുന്നു. വാവ്, അൺബിലീവബിൾ. താങ്ക് യു. ഇത് പക്ഷെ മൂടിയിട്ട് എങ്ങനെ അറിയുക ഏത് കളറാണ് ഇങ്ങനെ വരിക? എനിക്കത് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിക്കും. വളരെ സിമ്പിളാണ് അത്. അതെ, എനിക്ക് മനസ്സിലായി. നമ്മൾ അതിന്റെ രീതിയിൽ ചെയ്യണമെന്നേ ഉള്ളൂ. ചെയ്യണം പക്ഷേ. വാവ്, ഗ്രേറ്റ്. ഇത് 40 സെക്കൻഡ് കൊണ്ട് ചെയ്യാം. ആര് ചെയ്യും? ഡാനി ഇനിയിപ്പോൾ ചെയ്യും. ഇനിയിപ്പോൾ ചെയ്യും. ഇനി നമ്മളൊരു മാസം കഴിഞ്ഞ് കാണുമ്പോൾ ഡാനി ഇത് വളരെ 2 ഒരേ സമയത്ത് ചെയ്യുന്ന ഒരു സമയത്ത് എത്തും. ഡാനി ഒരു കാര്യം ചെയ്യണം. കോളേജിലൊക്കെ പോയിട്ട് ഇത് കൂടുതൽ പേര് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു പ്രചോദനമാണ് അല്ലേ? ഉറപ്പായിട്ട്. അത് മാത്രമല്ല കുട്ടികൾക്കൊക്കെ അതായത് ഈ കുറച്ച് അവിടെ നമ്മുടെ ബ്രെയിനിന്റെ നല്ലതാണല്ലേ കുറച്ചുകൂടി എപ്പോഴും നമുക്ക് കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് വരും ഇതാകുമ്പോൾ. ഇപ്പോൾ ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ ഭയങ്കര കൂടിയ കാലങ്ങളാണ്. പിന്നെ മാത്രമല്ല ക്ഷമയും ഉണ്ടാവല്ലേ? നമുക്കൊക്കെ ഇല്ലാതെ പോകുന്ന ഒരു കാര്യം ക്ഷമയില്ലായ്മയാണ് ഏറ്റവും പ്രശ്നം. അപ്പോൾ നമ്മൾ കൊച്ചിലെ പോലെ കേൾക്കുന്നതാണ് ഓരോരുത്തർക്ക് ഓരോ കഴിവാണ്. പക്ഷെ +2 ആയപ്പോഴാണ് അദ്ദേഹത്തിന് തിരിച്ചറിയുന്നത്. കുഞ്ഞുനാൾ ഇത് കൈ കിട്ടിയിട്ടുണ്ട്? അതിനു മുമ്പ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ അധികം അങ്ങനെ ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ചെയ്യാൻ നോക്കും, പക്ഷേ
ചെറുപ്പമല്ലേ, പഠിത്തമൊക്കെ ഉള്ളതുകൊണ്ട് അമ്മ അധികം സമ്മതിക്കാറില്ല. ഞാൻ ചെറുപ്പം എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെറുപ്പം. ഓക്കെ. ഇത് പ്ലസ് ടുവിനാണ് ഇത് കിട്ടി കഴിഞ്ഞത്. അപ്പൊ കിട്ടി ഇത് പ്രാക്ടീസ് തുടങ്ങിയപ്പോൾ വീട്ടിൽ വഴക്ക് പറഞ്ഞു, ഇത് ചുമ്മാ സമയം വഴക്കം പറഞ്ഞു. പിന്നെ ഞാൻ ഒരുവിധം അതൊക്കെ അഡ്ജസ്റ്റ് കാണാതെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയല്ല, പഠിത്തം കൂടി എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ നോക്കിക്കൊണ്ടിരുന്ന. ഇപ്പൊ അവരെന്താ പറയുന്നത്? ഹാപ്പിയാണ്, ഇപ്പൊ ഹാപ്പിയാ, അവര് പ്രൗഡാണ് ഇപ്പോൾ അല്ലേ? അതെ. ഈ ന്യൂസ് പേപ്പറിലും ടി വിയിലും ഒക്കെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഇല്ല, ഇതിനു വന്നിട്ടില്ല. ഓക്കെ. എനിവേ, ഇതൊരു പുതിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് ഉത്തരങ്ങൾ നമ്മൾ വ്യൂവേഴ്സുമായിട്ട് പങ്കുവെക്കുന്നു. അതുപോലെ ഒരു പുതിയ ചോദ്യത്തിന് ഉത്തരമാണ് സാധാരണ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരങ്ങൾ മോണിറ്ററിലൂടെ കാണിക്കാനോ പറയാനോ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഒരു ചോദ്യത്തിന് ഉത്തരം മുന്നിലിരിക്കുകയാണ്. നമ്മുടെ ഈ പ്ലേയുടെ ഇന്ത്യയിൽ റെക്കോർഡ് സ്ഥാപിച്ച ആളാണ് ഈ ഇരിക്കുന്ന ആൾ. അതുപോലെ തന്നെ ഇത് ഡാനി എന്ന വ്യക്തി മറ്റു പലർക്കും അവരുടെ സ്വന്തം കഴിവുകൾ കണ്ടെത്താനും വളർത്താനും അതിൽ വളരെയധികം ഉയരങ്ങൾ കീഴടക്കാനും ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. എനിവേ ഡാനി, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് പ്ലഷർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഡാനിയൽ ജെയിംസ്, എന്താ പറയണ്ടത്? ഒരു വളരെ പ്രത്യേകത ഉള്ള ഒരു ഏരിയയിൽ അദ്ദേഹം വളരെ അധികം മികവ് തെളിയിച്ചിരിക്കുകയാണ് ഈ ചെറിയ പ്രായത്തിൽ. ഹി ഈസ് ഓൺലി എ സെക്കൻഡ് ഇയർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ്. വേൾഡ് നമ്പർ 14, ഏഷ്യൻ നമ്പർ 8, കാലുകൊണ്ട് റുബിക്സ് ക്യൂബ് ചെയ്യുന്നതിൽ നാഷണൽ റെക്കോർഡ് ഹോൾഡർ ആണ് ഈ കൊച്ചുമിടുക്കൻ ഡാനിക്ക് കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ആൻഡ് യു ഓൾസോ ഹാവ് എ റെസ്പോൺസിബിലിറ്റി. ഈ ഒരു സംഭവം കൂടുതൽ പോപ്പുലറൈസ് ചെയ്യുക, കൂടുതൽ പേരെ ഇൻസ്പയർ ചെയ്യുക. ഷുവർ. താങ്ക് യു സോ മച്ച്.